ഹായ് ഓൾ, വെൽക്കം ടു ഈസി കോഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്, നമ്മുടെ കഴിഞ്ഞു പോയ കുറേ ശീലങ്ങൾ നമുക്ക് ഇന്നില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എങ്ങനെ സംഭാഷണത്തിൽ വരുമ്പോൾ, ഒരു കോൺവെർസേഷനിൽ വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ കോൺവെർസേഷനിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസും ചെയ്യുക, ഒരുമിച്ച് എന്നൊപ്പം പറയാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അലക്സ് ആൻഡ് പ്രിയ, ഈ രണ്ട് ഫ്രണ്ട്സ് അവരുടെ കുട്ടിക്കാലം ഷെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോൺവെർസേഷനിലേക്ക് പോവാം. അലക്സ്: ഹേ പ്രിയ, വാട്ട് ഡിഡ് യു യൂസ് ടു ഡു ഫോർ ഫൺ വെൻ യു വർ എ കിഡ്? നീ കുട്ടിയായിരുന്നപ്പോൾ എന്തെല്ലാം തമാശയ്ക്ക് ചെയ്യുമായിരുന്നു? ഇവിടെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റി സംസാരിക്കണം, നമ്മൾ കഴിഞ്ഞു പോയൊരു ശീലങ്ങളെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ടേം എന്ന് പറയുന്നത് യൂസ്ഡ് ടു ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആയതിൻ്റെ പേരിൽ ഡിഡ് യു യൂസ് ടു എന്നാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഡ് യു യൂസ് ടു ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പറയാം. അപ്പോൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. ഹേ പ്രിയ, വാട്ട് ഡിഡ് യു യൂസ് ടു ഡു ഫോർ ഫൺ വെൻ യു വർ എ കിഡ്? പ്രിയ പറയാണ്: ഓ, ഐ യൂസ് ടു പ്ലേ ഔട്ട്സൈഡ് എ ലോട്ട്. ഐ ലവ് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. വാട്ട് അബൌട്ട് യു? ഞാൻ പുറത്ത് ഒരുപാട് കളിക്കുമായിരുന്നു, കൂട്ടുകാർക്കൊപ്പം ഒളിച്ചു കളിക്കാൻ ഇഷ്ടമായിരുന്നു. നിന്നെപ്പറ്റി പറയണം. അപ്പോൾ ഇവിടെ ഞാൻ പുറത്ത് കളിക്കുമായിരുന്നു, അതിനെ ഉദ്ദേശിച്ചേക്കുന്നതാണ് ഐ യൂസ്ഡ് ടു. യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ ശീലങ്ങളെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂസ്ഡ് ടു. ഐ യൂസ്ഡ് ടു പ്ലേ ഔട്ട്സൈഡ് എ ലോട്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എക്സാമ്പിൾ പറയാം. ഐ യൂസ്ഡ് ടു സ്മോക്ക്. ഞാൻ പുക വലിക്കുമായിരുന്നു. ഐ യൂസ്ഡ് ടു ട്രാവൽ എ ലോട്ട്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ കഴിഞ്ഞു പോയ ശീലങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. ഓ, ഐ യൂസ്ഡ് ടു പ്ലേ ഔട്ട്സൈഡ് എ ലോട്ട്. I loved playing hide and seek with my friends. What about you? അലക്സ് പറയാണ്: I used to read comic books all the time. I didn't used to play outside much. ഞാൻ എപ്പോഴും കോമിക് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, അധികം പുറത്ത് കളിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ രണ്ട് ടേം യൂസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് വേർഡ്സും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് വേർഡ്സും പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് വേർഡ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, അതിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് യൂസ്ഡ് ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ യൂസ്ഡ് ടു റീഡ് കോമിക് ബുക്സ് ഓൾ ദി ടൈം. ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഐ ഡിഡിൻ യൂസ് ടു. ഐ ഡിഡിൻ, അവിടെ ഡിഡ് വന്നുകൊണ്ട് യൂസ്ഡ് മാറി യൂസായി മാറി, വെർബിന്റെ ഫസ്റ്റ് ഫോം ആയി മാറി. അപ്പോൾ ഐ ഡിഡിൻ, ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻ യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ചെയ്യുമായിരുന്നില്ല, നമ്മളൊരു കാര്യം ചെയ്യാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഡിഡിൻ യൂസ് ആണ് പറയുക. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡിഡിൻ യൂസ് ടു സ്മോക്ക്. ഞാൻ പുക വലിക്കാറുണ്ടായിരുന്നില്ല. ഐ ഡിഡിൻ യൂസ് ടു ടോക്ക് വിത്ത് ഗേൾസ് വെൻ ഐ വാസ് ഇൻ കോളേജ്. ഞാൻ കോളേജിലായിരുന്ന സമയത്ത് പെൺകുട്ടികളോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ പറഞ്ഞേക്കണം ഐ ഡിഡിൻ യൂസ് ടു പ്ലേ ഔട്ട്സൈഡ് മച്ച്. ഞാൻ പുറത്ത് കളിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഐ യൂസ് ടു റീഡ് കോമിക് ബുക്സ് ഓൾ ദി ടൈം. ഐ ഡിഡിൻ യൂസ് ടു പ്ലേ ഔട്ട്സൈഡ് മച്ച്. പ്രിയ: റിയലി? ഡിഡ് യു യൂസ് ടു കളക്ട് കോമിക്സ് ബുക്സ് ടു? പ്രിയ ചോദിക്കാണ്, നിങ്ങൾ പുസ്തകങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്നോ എന്നാണ് ഉദ്ദേശിച്ചത്, കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നോ എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻ ഫോം ആണ് വന്നേക്കുന്നത്. ചെയ്യാറുണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കുകയാണ്. അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് യൂസ് ടു ആണ് വന്നേക്കുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഈ ഒരു ടൈം തന്നെയായിട്ട് യൂസ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഡ് ഹി യൂസ് ടു ഡ്രിങ്ക്. അവൻ മദ്യപിക്കാറുണ്ടായിരുന്നോ? നമ്മുടെ ശീലങ്ങളാണ്, അതുകൊണ്ട് ഡിഡ് ഹി യൂസ് ടു ഡ്രിങ്ക് എന്ന് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഡിഡ് ഷീ യൂസ് ടു സ്മോക്ക്. അവൾ പുക വലിക്കാറുണ്ടായിരുന്നോ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഡിഡ് വെച്ചിട്ട് ചോദിക്കുക. ഓക്കെ, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഡിഡ് യു യൂസ് ടു കളക്ട് കോമിക് ബുക്സ് ടു? അലക്സ്: യെസ്, I used to have a huge collection, but I didn't used to keep them in good condition. So many got damaged. അലക്സ് പറയാണ്, എനിക്ക് ഒരുപാട് ശേഖരം ഉണ്ടായിരുന്നു, എന്നാൽ അവ നല്ല നിലയിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല, അതിൽ പലതും കേടായി എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് വലിയ ശേഖരം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ശീലങ്ങളാണ്, ശേഖരങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശീലങ്ങളാണ്. അവിടെ അതുകൊണ്ടാണ് യൂസ് ടു യൂസ് ചെയ്തേക്കണം. ഐ യൂസ് ടു ഹാവ് എ ഹ്യൂജ് കളക്ഷൻ. പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഇപ്പം ഇല്ല, സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻ യൂസ് ടു കീപ് ദം ഇൻ ഗുഡ് കണ്ടീഷൻ. ഞാൻ അത് സൂക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഐ ഡിഡിൻ യൂസ് ടു കീപ് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വേർഡ്സും നെഗറ്റീവ് വേർഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക.
I used to have a huge collection, but I didn't used to keep them in good condition. So many got damaged. Priya, that's interesting. I didn't used to read much as a kid, but now I love reading. Did you used to have any other hobbies? ഇവിടെ പ്രിയ പറയണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടിക്കാലത്ത് ഞാൻ അധികം വായിക്കാറുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ വായന എനിക്ക് ഇഷ്ടമാണ്. നിനക്ക് വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാനത് വായിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻറ്റ് യൂസ് ടു റീഡ് മച്ച്. ഐ ഡിഡിൻറ്റ് യൂസ് ടു റീഡ് എന്നാണ് ഞാൻ വായിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നീ അത് നിനക്ക് വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരുന്നോ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഡ് യു യൂസ് ടു ഹാവ് എനി അതർ ഹോബീസ്. നമ്മുടെ ശീലങ്ങളാണ് ചോദിക്കുന്നത്. ഡിഡ് യു യൂസ് ടു ഹാവ് എനി അതർ ഹോബീസ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. I didn't used to read much as a kid, but now I love reading. Did you used to have any other hobbies? Alex, I used to play video games a lot. My parents didn't used to like it though. They want me to spend more time studying. അലക്സ് പറയാണ്, ഞാൻ വീഡിയോ ഗെയിമുകൾ ഒരുപാട് കളിക്കുമായിരുന്നു, എന്നാൽ എൻ്റെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നല്ല. ഞാൻ കൂടുതൽ സമയം പഠിക്കുവാൻ അവർ ആഗ്രഹിച്ചു. ഇവിടെ വീഡിയോ ഗെയിമുകൾ കളിക്കുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ യൂസ്ഡ് ടു പ്ലേ വീഡിയോ ഗെയിംസ് എന്നാണ് പറയുന്നത്. ഐ യൂസ്ഡ് ടു പ്ലേ വീഡിയോ ഗെയിംസ്. എൻ്റെ പാരൻസിന് അത് ഇഷ്ടമായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി മൈ പാരൻസ് ഡിഡിൻ യൂസ് ടു ലൈക്ക് ഇറ്റ്. മൈ പാരൻസ് ഡിഡിൻ യൂസ് ടു ലൈക്ക് ഇറ്റ്. ഇവിടെ പോസിറ്റീവ് വേർഡ്സും നെഗറ്റീവ് വേർഡ്സും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഐ യൂസ് ടു പ്ലേ വീഡിയോ ഗെയിംസ് എ ലോട്ട്. മൈ പാരൻസ് ഡിഡിൻ യൂസ് ടു ലൈക്ക് ഇറ്റ് ദോ ദേ വാണ്ട് മീ ടു സ്പെൻഡ് മോർ ടൈം സ്റ്റഡിങ്. Priya, my parents used to say the same thing. I didn't used to listen them very often though. Did you used to play any sports? ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും ക്വസ്റ്റ്യൻസ് വേർഡ്സും വന്നിട്ടുണ്ട്. പോസിറ്റീവ് വേർഡായിട്ട് പറഞ്ഞിരുന്നത് എൻ്റെ പാരൻസ് അത് പറയുമായിരുന്നു. അങ്ങനെ പറയാൻ വേണ്ടി മൈ പാരൻസ് യൂസ്ഡ് ടു സേ ദ സെയിം തിങ്. എൻ്റെ മാതാപിതാക്കളും ഇത് തന്നെ പറയുമായിരുന്നു വേണ്ടി യൂസ്ഡ് ടു സേ ദ സെയിം തിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അവരെ ലിസൺ ചെയ്യാറുണ്ടായിരുന്നില്ല, കേൾക്കുമായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻറ്റ് യൂസ് ടു ലിസൺ. ഐ ഡിഡിൻറ്റ് യൂസ് ടു ലിസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നീ സ്പോർട്സ് കളിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. മൈ പാരൻസ് യൂസ്ഡ് ടു സേ ദ സെയിം തിങ്. ഐ ഡിഡിൻറ്റ് യൂസ് ടു ലിസൺ ദം വെരി ഓഫ്റ്റൻ ദോ. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്? അലക്സ്, no, I didn't used to play any sports. I was more into indoor activity. What about you? Did you used to play any sports? ഇല്ല, ഞാൻ സ്പോർട്സ് ഒന്നും കളിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡോർ ആക്ടിവിറ്റിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നിന്നെക്കുറിച്ച് പറയും, നീ എന്തെങ്കിലും സ്പോർട്സ് കളിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? സ്പോർട്സ് കളിക്കാറുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സ്പോർട്സ് ഒന്നും കളിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ. നെഗറ്റീവ് ഫോമിനകത്ത് ഡിഡിൻറ്റ് യൂസ് ടു. ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ എനി സ്പോർട്സ് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നീ സ്പോർട്സ് കളിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡിഡ് യു യൂസ് ടു പ്ലേ. ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. നോ, ഐ ഡിഡൻറ്റ് യൂസ് ടു പ്ലേ എനി സ്പോർട്സ്. ഐ വാസ് മോർ ഇൻ ടു ഇൻഡോർ ആക്ടിവിറ്റി. വാട്ട് അബൌട്ട് യു? ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്? യെസ്, ഐ യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ. ഐ ഡിഡൻറ്റ് യൂസ് ടു വെരി ഗുഡ് അറ്റ് ഇറ്റ്, ബട്ട് ഐ എൻജോയ്ഡ് പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. പ്രിയ പറയാണ്, ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. ഞാൻ അതിലത്ര മിടിക്കൊന്നുമല്ല, പക്ഷെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമെന്ന് പറയാൻ വേണ്ടി ഐ യൂസ് ടു പ്ലേ ബാഡ്മിൻ്റൺ. ഞാൻ അതിൽ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഐ ഡിഡൻറ്റ് യൂസ് ടു ബി വെരി ഗുഡ്. അലക്സ്, താങ്ക്സ് ഫോർ ഷെയറിംഗ് പ്രിയ. ഇറ്റ് ഓൾവേസ് നൈസ് ടു ലുക്ക് ബാക്ക് ഓൺ ഓൾ മെമ്മറീസ്. പ്രിയ, യു ആർ വെൽക്കം അലക്സ്. അങ്ങനെ അവർ താങ്ക്സ് പറഞ്ഞ് പിരിയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് കഴിഞ്ഞ ശീലങ്ങളെയാണ് നമ്മൾ പറയാൻ വേണ്ടി യൂസ്ഡ് ടു ഉപയോഗിക്കുക പോസിറ്റീവ് വേർഡ്സിനകത്ത്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ യൂസ്ഡ് ടു സ്മോക്ക്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ട്രാവൽ അലോട്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ശീലങ്ങൾക്കാണ് യൂസ്ഡ് ടു പറയുക. ഇതിൻ്റെ നെഗറ്റീവ് ഫോമായിട്ട് പറയുന്നത് ഡിഡിൻ യൂസ് ടു പ്ലസ് V1 ഫോം, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ഞാൻ പുകവലിക്കാറില്ലായിരുന്നു. ഐ ഡിഡിൻ യൂസ് ടു സ്മോക്ക്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻ യൂസ് ടു ട്രാവൽ അലോട്ട്.
ഇനി ക്വസ്റ്റ്യൻ ഫോമായിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് യൂസ് ടു ആണ്. യൂസ്ഡ് എന്നുള്ളത് യൂസായി മാറും, വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിട്ട് മാറും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഉദാഹരണത്തിന് ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്, നീ എന്തെങ്കിലും സ്പോർട്സ് കളിക്കാറുണ്ടായിരുന്നോ. ഡിഡ് ഹി യൂസ് ടു ഡ്രിങ്ക്, അവൻ പുകവലിക്കാറുണ്ടായിരുന്നോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ശീലങ്ങൾ, പഴയ ശീലങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതെങ്ങനെ യൂസ് ടു, ഡിഡിൻ യൂസ് ടു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോമായിട്ട് എങ്ങനെ ചോദിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്